ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് ഈ പാട്ട് കേട്ടപ്പോഴും അതുപോലെ തംബ്നെയിൽ കണ്ടപ്പോഴൊക്കെ ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവും. അതെ, യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ബിരിയാണിയാണല്ലോ നമ്മുടെ കുടുക്കാച്ചി ബിരിയാണി. നല്ല കിടുക്കാച്ചി ബിരിയാണി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു മൺകുടുക്കയിലാണ് നമ്മൾ സാധാരണ ചിക്കൻ വെച്ചിട്ടൊക്കെ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ചു. ഞാനിന്നൊരു മൺചട്ടിയിലാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. ഫിഷ് വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വീതിയിലുള്ള ഒരു മൺപാത്രം തന്നെ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൺചട്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് വഴി എന്നെ അറിയിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. ഇനി നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള കുടുക്കാച്ചി ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ അയക്കൂറ ഫിഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നല്ല പീസുകളൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കിയുള്ള പീസ് മാത്രമാണ് നമ്മൾ മസാലയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ മസാലയിൽ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ലൂസായി പോകരുത്. ശേഷം ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഫിഷ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഇനി നമുക്ക് മസാലയിലേക്കുള്ള ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് 4 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. 2 വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, ഇവ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഫിഷിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാനുള്ളതാണ്. ഇനി ഈ മിക്സ് നമുക്ക് ഫിഷിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനോ ബീഫോ ആണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നതെങ്കിൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്യണം. ഫിഷും തൈരും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കുക. ഇത് നമുക്ക് അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനൊരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇനി ഇതിലേക്ക് ഫിഷ് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 വശവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഫിഷിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മൺചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചൂടായ ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇത് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം.
ഇപ്പോൾ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ ഈ ടൈമിൽ തന്നെ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ ഫിഷ് ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ഈ കുടുക്കാച്ചി ബിരിയാണിയും തയ്യാറാക്കുന്നത്. മൺചട്ടിയിലാണെന്ന മാറ്റം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഫിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഗീ റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചൂടായ കടായിലോട്ട് നമുക്ക് 1.5 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 6 kg ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് കനം കുറച്ച് അരിഞ്ഞിരിക്കുന്ന ഒരു സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. ഇതൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 5-10 കാഷ്യൂ നട്ട്സും അല്പം റൈസിൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി സെയിം പാനിലോട്ട് ഒരു 3 കഷ്ണം പട്ടയും 3-4 ഗ്രാമ്പു 2 ഏലക്ക ഇവ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു സവാളയുടെ പകുതി ഒന്ന് ഫ്രൈ ചെയ്യാനിടാം. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന റൈസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിന് 1 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി അതേ കപ്പിന് തന്നെ 1.5 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്നിത് അടച്ചു വെക്കാം. ഇത് നല്ലവണ്ണം കുക്കാകേണ്ട ആവശ്യമില്ല. ഒരു 60% കുക്കായി വന്നാൽ മതി. ബാക്കി നമ്മൾ മസാലയിലിട്ടിട്ടാണിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. മുകളിലോട്ട് അല്പം മല്ലിയില കൂടി ചേർത്തിട്ട് നമ്മുടെ തയ്യാറായി വെച്ചിരിക്കുന്ന ഈ റൈസ് കൂടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒറ്റ സ്റ്റെപ്പായിട്ട് മാത്രമാണ് ഈ റൈസ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2-3 സ്റ്റെപ്പായിട്ട് ചേർത്ത് കൊടുക്കുക. ഫിഷ് കൊണ്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു വീതിയുള്ള മൺചട്ടി തന്നെ എടുക്കാൻ നോക്കുക. കുടുക്കയിലായാൽ നമ്മുടെ ഫിഷൊക്കെ എടുക്കുന്ന നേരത്ത് പൊട്ടിപ്പോവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് വെച്ച് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റൈസിൻസും അതുപോലെ അല്പം മല്ലിയിലയും കൊണ്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു വാഴയില വെച്ചിട്ട് ഈ ചട്ടി നന്നായിട്ടൊന്ന് പൊതിഞ്ഞ ശേഷം ഒരടപ്പ് വെച്ചിട്ട് നമുക്ക് 20 മിനിറ്റ് നേരത്തേക്കെങ്കിലും മിനിമം 20 മിനിറ്റ് നേരത്തേക്കെങ്കിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ആവി കയറ്റണം. ഇതുപോലെ ഇല വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുടുക്കാച്ചി ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഫിഷ് ഒന്ന് സൈഡിലേക്ക് മാറ്റിയ ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തന്നെയാണിത്. ഈ മൺകലത്തിൻ്റെ ടേസ്റ്റും അതുപോലെ വാഴയിലയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ സ്വാദ് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുടുക്കാച്ചി ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.